യൂട്യൂബിൽ നിന്ന് എങ്ങനെ പൈസ ഉണ്ടാക്കാമെന്നുള്ളതിനെ കുറിച്ചുള്ള കുറേ ട്യൂട്ടോറിയൽസ്, കുറേ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ ഒരു ബ്ലോഗ് പോസ്റ്റ് പ്രൊഫഷണൽ ആയിട്ടുള്ളത് എഴുതി എങ്ങനെയാണ് നമുക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ബ്ലോഗ് പോസ്റ്റ് എങ്ങനെയാണ് എഴുതുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. ഞാൻ ഒരു 2 മിനിറ്റിനുള്ളിൽ ക്രിയേറ്റ് ചെയ്ത ഒരു ബ്ലോഗ് പോസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. ഇത് നോക്കിയേ, ബെസ്റ്റ് സാംസങ് ഫോർ 2024 ടോപ്പ് മോഡൽസ് കമ്പയർ എന്ന് പറഞ്ഞ ഒരു ബ്ലോഗ് പോസ്റ്റ് ഞാൻ എഴുതിയാണ്. നോക്കി എത്ര പ്രൊഫഷണൽ ആയിട്ട്, എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ഇത് വന്നിരിക്കുന്നത് നോക്കി. കുറേ ഫോട്ടോസ്, അതേപോലെ തന്നെ കുറേ ചാർട്ടുകൾ, കമ്പാരിസണ്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. FAQവും കൺക്ലൂഷനും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ബ്ലോഗ് പോസ്റ്റ് ആണ്. അപ്പൊ ഇത് എഴുതാനായിട്ട് 2 മിനിറ്റ്സ് പോലും എനിക്ക് എടുത്തില്ല, 2 മിനിറ്റ് പോലും എടുത്തില്ല. അതിനു മുമ്പ് ഈ ഒരു സംഭവം ക്രിയേറ്റ് ആയിട്ട് കിട്ടും. അപ്പൊ ഇതേപോലെ ഏത് ടൈപ്പിലുള്ള ആർട്ടിക്കിൾ നിങ്ങൾക്ക് 2, 3, 5 മിനിറ്റിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു ടൈമിൽ ഒരു ബ്ലോഗ് പോസ്റ്റ് അല്ല, ബൾക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ബ്ലോഗ് പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞുതരാം. വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകരുത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടൂളാണ്. നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകത്തില്ല. ഇന്ന് ഞാൻ പരിചയപ്പെടുന്ന ഈ ഒരു ടൂളിനെ നിങ്ങൾക്ക് ഏത് രീതിയിലും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇത് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ പൈസ ഓൺലൈനിലൂടെ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിച്ച് നിങ്ങൾ ബ്ലോഗ് പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇനി നിങ്ങൾ ബ്ലോഗ് പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കും ട്രൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാൻ പറ്റിയ ഒരു വെബ്സൈറ്റ്, ഒരു ടൂളാണിത്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന ഈ ഒരു വെബ്സൈറ്റിലേക്ക് എത്താനായിട്ട് സാധിക്കും. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേരും ഇമെയിൽ ഐഡിയും കൊടുത്തുകൊണ്ട് ഒരു അക്കൗണ്ട് ഇതിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. SEOwriting.in എന്നാണ് ഈ ഒരു വെബ്സൈറ്റിന്റെ പേര്. സൈൻ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നേരെ നമുക്ക് ഇതിലേക്ക് സൈൻ ഇൻ ചെയ്യാനായിട്ട് സാധിക്കും. സൈൻ ഇൻ ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഇന്റർഫേസ് ആണ് കാണാൻ സാധിക്കുക. ഇതിന്റെ ഡാഷ്ബോർഡ് ആണ്. കൂടുതൽ സമയം കളയാതെ നമുക്ക് നേരെ 1 ക്ലിക്ക് ബ്ലോഗ് പോസ്റ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് ഇവിടെ 1 ക്ലിക്ക് ബ്ലോഗ് പോസ്റ്റ് എന്നുള്ള ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങൾ ഏത് രീതിയിലുള്ള ബ്ലോഗ് പോസ്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത് അതിന്റെ കീവേഡ് ഇവിടെ ജസ്റ്റ് കൊടുക്കുക. ഞാനിവിടെ 5 ബെസ്റ്റ് സാംസങ് ഫ്ലാഗ്ഷിപ്പ് മൊബൈൽ എന്ന് പറയുന്ന ഒരു കീവേഡ് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു കീവേഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടൈറ്റിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ടൈറ്റിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ജനറേറ്റ് ടൈറ്റിൽ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യണം. ഇപ്പോൾ ഇവിടെ ഒരു ടൈറ്റിൽ ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്. ടോപ്പ് 5 ബെസ്റ്റ് സാംസങ് ഫ്ലാഗ്ഷിപ്പ് മൊബൈൽ ഫോൺ ഇൻ 2024 എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ വന്നിട്ടുണ്ട്. ഈ ടൈറ്റിൽ പോരാ എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ജനറേറ്റ് ടൈറ്റിൽ എന്നുള്ളതിൽ വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു രീതിയിൽ ടൈറ്റിൽ ഇവിടെ ക്രിയേറ്റ് ആയിട്ട് വരും. എത്ര പ്രാവശ്യം വേണമെങ്കിലും ഈ രീതിയിൽ നമുക്ക് ടൈറ്റിൽ റീജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ടോപ്പ് 5 ബെസ്റ്റ് സാംസങ് ഫ്ലാഗ്ഷിപ്പ് മൊബൈൽ ഫോൺ യു മസ്റ്റ് സീ എന്ന് പറയുന്ന ആ ഒരു ടൈറ്റിൽ ഓക്കെ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ അത് തന്നെ സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം കുറേ അധികം കാര്യങ്ങൾ നമുക്ക് ഇവിടെ കസ്റ്റമൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഫസ്റ്റ് ലാംഗ്വേജ് ആണ്. ഏത് ലാംഗ്വേജ് ആണ് എന്നുള്ളത് നിങ്ങൾ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യണം. ഞാനിവിടെ ഇംഗ്ലീഷ് USA സെലക്ട് ചെയ്തു. അതിന് താഴെയുള്ള ഈ ഡ്രോപ്പ് ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ഏത് ടൈപ്പ് ബ്ലോഗ് പോസ്റ്റ് ആണ് എഴുതാൻ പോകുന്നത്, പ്രൊഫഷണൽ ആണോ, ഇൻഫർമേഷണൽ ആണോ, ഫ്രണ്ട്ലി ആയിട്ടുള്ളതാണോ, ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യണം. ഞാനിവിടെ ഇൻഫർമേഷണൽ സെലക്ട് ചെയ്തു. അടുത്തത് പോയിന്റ് ഓഫ് വ്യൂ സെലക്ട് ചെയ്യണം. ഞാനിവിടെ സെക്കൻഡ് പേഴ്സൺ യുവേഴ്സ് എന്നുള്ളത് സെലക്ട് ചെയ്തു. അതിന് താഴെ ടാർഗറ്റ് കൺട്രി സെലക്ട് ചെയ്യാനുണ്ട്. ഞാനിവിടെ യുണൈറ്റഡ് സ്റ്റേറ്റ് സെലക്ട് ചെയ്തു. അടുത്തത് ആർട്ടിക്കിൾ സൈസ് ഏത് രീതിയിലുള്ളതാണെന്ന് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യണം. ഇവിടെ സ്മോൾ, മീഡിയം, ലാർജ് ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ലാർജ് സെലക്ട് ചെയ്താലും മീഡിയം സെലക്ട് ചെയ്താലും എത്ര വേർഡ്സ് വെച്ചാണ് ആ ഒരു ആർട്ടിക്കിളിൽ വരിക എന്നുള്ളത് ഇവിടെ റൈറ്റ് സൈഡിൽ കാണിക്കും. ഞാനിവിടെ മീഡിയം സെലക്ട് ചെയ്യുകയാണ്. അടുത്തത് A മോഡൽ സെലക്ട് ചെയ്യണം. ഞാനിവിടെ ഒന്ന് GPT-4o എന്നുള്ളത് സെലക്ട് ചെയ്യുകയാണ്. അടുത്തത് ഹ്യൂമനൈസ് ടെസ്റ്റ് എന്നുള്ളതിൽ ഈ റെക്കമെൻഡഡ് ആയിട്ടുള്ളത് തന്നെ സെലക്ട് ചെയ്യുക. 8th 9th ഗ്രേഡ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അടുത്തത് ഡീറ്റെയിൽ ടു ഇൻക്ലൂഡ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ആണ്. ഇവിടെ സ്പെസിഫിക് സെക്ഷൻസ് വല്ലതും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഇവിടെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് താഴെ മീഡിയ ഹബ് എന്ന് പറയുന്ന സെക്ഷൻ ആണ്. ഇവിടെ ഇമേജ് ക്രിയേറ്റ് ചെയ്യണോ വേണ്ടിയോ എന്നുള്ളത് സെലക്ട് ചെയ്യണം. ഞാനിവിടെ S കൊടുക്കുകയാണ്. അടുത്തത് നമ്പർ ഓഫ് ഇമേജ് എത്ര വേണമെന്നുള്ളത് സെലക്ട് ചെയ്യണം. ഞാനിവിടെ ഒരു 4 ഇമേജ് സെലക്ട് ചെയ്യാണ്. ഇമേജ് സ്റ്റൈലിൽ ഞാൻ ചേഞ്ചസ് വരുത്തുന്നില്ല. സിറ്റീസ് എങ്ങനെയാണോ അതുപോലെ തന്നെ കിടക്കും. ഇമേജ് സൈസും അതുപോലെ തന്നെ ഇടുകയാണ്. അതിന് താഴെ അഡീഷണൽ ഇൻസ്ട്രക്ഷൻ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. യൂട്യൂബ് വീഡിയോ ആ ഒരു ബ്ലോഗ് പോസ്റ്റിൽ ആഡ് ചെയ്യണോ വേണ്ടോ എന്നുള്ള ഓപ്ഷനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഞാനിവിടെ S കൊടുത്തു. നമ്പർ ഓഫ് വീഡിയോസ് എത്ര ആഡ് ചെയ്യണോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. ഞാൻ അതും 1 കൊടുത്തു. ലേ ഔട്ട് ഓപ്ഷനും ഞാൻ ആ സിറ്റീസ് എങ്ങനെയാണോ അതുപോലെ തന്നെ വെക്കുകയാണ്. അതിന് താഴെ SEO കീവേഡ് ജനറേറ്റ് ചെയ്യാനുള്ള ഒരു സെക്ഷൻ ആണ്. കീവേഡ്സ് ജനറേറ്റ് ചെയ്യാൻ ജസ്റ്റ് കീവേഡ് ജനറേഷൻ എന്നുള്ള ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആർട്ടിക്കിളിന്റെ ടൈറ്റിൽ റിലേറ്റഡ് ആയിട്ടുള്ള കീവേഡ്സുകൾ ഇതേപോലെ ജനറേറ്റ് ചെയ്ത് വരും. വീണ്ടും നമുക്ക് കീവേഡ് ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ എത്ര കീവേഡ് വേണമെന്നുണ്ടെങ്കിലും ഏറ്റവും റാങ്കിങ് ആയിട്ടുള്ള SEO ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള കീവേഡ്സ് നമുക്ക് ഇവിടെ ജനറേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അടുത്തത് ആർട്ടിക്കിൾ സ്ട്രക്ചർ എങ്ങനെ വേണമെന്നുള്ളത് സെലക്ട് ചെയ്യണം. ഞാനിവിടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർ ഫാക്ട് എന്നുള്ളത് സെലക്ട് ചെയ്തു. അതിന് താഴെയായിട്ട് കൺക്ലൂഷൻ, ആ ആർട്ടിക്കിളിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം വേണ്ട എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് ഡിസൈഡ് ചെയ്യാം. കൺക്ലൂഷൻ വേണോ വേണ്ടയോ എന്നുള്ളത് S കൊടുക്കുകയാണ്. ടേബിൾ
ടേബിൾ എസ് ആണ്, H3S, ലിസ്റ്റ് എസ്, ഇറ്റാലിക്സ്, കീ ടേക്ക് അവേ, FAQ, ബോൾഡ്, അങ്ങനെയുള്ള ഓപ്ഷൻസ് എല്ലാം തന്നെ ഞാനിവിടെ എസ് കൊടുക്കുകയാണ്. ഈ ഒരു സെക്ഷൻ തന്നെ നോക്കിയാൽ മനസ്സിലാവും ഇവിടെ ഇത്രയും കാര്യങ്ങൾ എസ് കൊടുക്കുമ്പോൾ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ആ ഒരു ബ്ലോഗ് പോസ്റ്റിലേക്ക് വരാനായിട്ട് പോകുന്നത് നിങ്ങൾ ഇവിടെ നിന്ന് നോക്കിക്കൊള്ളുക. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു ജസ്റ്റ് ഒരു ഡ്രോപ്പ് ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്ത് യെസ് ഓർ നോ കൊടുത്തു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ നമ്മുടെ ബ്ലോഗ് പോസ്റ്റിലേക്ക് ഇൻക്ലൂഡ് ആവും. പക്ഷേ ഇതൊക്കെ നമ്മൾ മാനുവലി ചെയ്യാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മണിക്കൂറുകൾ എടുത്ത് ചെയ്യേണ്ട കാര്യമാണ് ഈ FAQ അങ്ങനെയൊക്കെയുള്ള സെക്ഷനുകൾ. പക്ഷേ ഈയിടെ സമയമാണ്, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല, എല്ലാം വിരൽ തുമ്പിൽ ആയിരിക്കുകയാണ്. ഇവിടെ ഇന്റേണൽ ലിങ്കിങ് എന്ന് പറയുന്ന ഈ സെക്ഷനിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മുമ്പ് നമ്മുടെ ബ്ലോഗിൽ എഴുതിയിട്ടുള്ള ആർട്ടിക്കിൾസ് ഒക്കെ തന്നെ ഈ ഒരു ബ്ലോഗ് പോസ്റ്റുമായിട്ട് ലിങ്ക് ചെയ്യാനായിട്ട് സാധിക്കും. വേണമെന്നുണ്ടെങ്കിൽ അത് ആടെ വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. ഞാനിവിടെ നൺ കൊടുക്കുകയാണ്. അടുത്തത് എക്സ്റ്റേണൽ ലിങ്കിങ് ആണ്. ഇതിവിടെ ഒന്ന് നോൺ കൊടുക്കാം, ഓട്ടോമാറ്റിക്, കസ്റ്റം, അങ്ങനെ 3 ഓപ്ഷൻ ഉണ്ട്. ഇത് വേണമെങ്കിൽ കൊടുക്കാം. ഞാനിവിടെ നൺ സെലക്ട് ചെയ്യുകയാണ്. അടുത്തത് കണക്ട് വെബ് എന്നുള്ള സെക്ഷനിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എസ് കൊടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇവിടെ കുറെ ഓപ്ഷൻസ് കൂടെ എനേബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ സോഴ്സ് ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഞാനിവിടെ ലിങ്ക് നെയിം URL എന്നുള്ളത് സെലക്ട് ചെയ്തു. അടുത്തത് സെർച്ച് സോഴ്സ് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിവിടെ റിയൽ ടൈം സെർച്ച് സെലക്ട് ചെയ്തു. അടുത്തത് സൈറ്റേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആണ്. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ്. ഇതെന്താണ്, ഏത് രീതിയിലാണ് ഒരു ബ്ലോഗ് പോസ്റ്റിൽ വർക്ക് ആകുക എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ഓപ്ഷൻ ഇവിടെ എനേബിൾ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ സോഴ്സ് ഡേറ്റ ഓൾ ടൈം കൊടുത്തു. അടുത്തത് സിൻഡിക്കേഷൻ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ആണ്. ഇതിൽ ക്രിയേറ്റ് മാർക്കറ്റിംഗ് മെറ്റീരിയൽസ് ബേസ്ഡ് ഓൺ ദ ആർട്ടിക്കിൾ ഓഫ് ഫോർ വേരിയസ് പ്ലാറ്റ്ഫോം. അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിളിനനുസരിച്ചുള്ള മാർക്കറ്റിംഗ് രീതി ഏതെങ്കിലും നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ട്വിറ്റർ, വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇമെയിൽ, ലിങ്ക്ഡിൻ പോസ്റ്റ്, അങ്ങനെ ഏത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ആവശ്യമുള്ളത് ഏതാണോ അത് ഇവിടെ നിന്ന് എസ് ഓർ നോ കൊടുത്തുകൊണ്ട് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിന് താഴെ ലിങ്ക് ടു പേജ് എന്ന് പറയുന്ന സെക്ഷനിൽ വേർഡ്പ്രസ് വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഞാനും ആ സെറ്റിംഗ്സ് എങ്ങനെയായിരുന്നു അത് തന്നെ വെക്കുകയാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സെറ്റിംഗ്സുകളും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ചേഞ്ചസ് ചെയ്യാനായിട്ട് സാധിക്കും. എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ മുകളിൽ റൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഈ റണ്ണിൽ ക്ലിക്ക് ചെയ്യണം. ഇപ്പോൾ ഈ ഒരു ആർട്ടിക്കിൾ ക്രിയേറ്റ് ആകാൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ മാജിക് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ 76% ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 1 മിനിറ്റിനുള്ളിൽ തന്നെ ഇത്രയും നമ്മൾ കൊടുത്ത ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടുള്ള ആർട്ടിക്കിൾ ഇവിടെ ക്രിയേറ്റ് ആയിട്ട് വരും. 1 മിനിറ്റ് പോലും എടുത്തില്ല, അതിനുള്ളിൽ ഈ പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഓപ്പൺ ആക്കി നോക്കാം എങ്ങനെയാണ് നമ്മുടെ ബ്ലോഗ് പോസ്റ്റ് പ്രൊഫഷണൽ ആയിട്ട് തന്നെ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ടൈറ്റിലാണ് ആദ്യം കാണുന്നത്. ഇതിലെ മെയിൻ കീവേഡ്സ് ഒക്കെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ബോൾഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ഇമേജ് ഇവിടെ ജനറേറ്റ് ആയിട്ടുണ്ട്. പല പാരഗ്രാഫുകൾ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. താഴെയായിട്ട് ഒരു യൂട്യൂബ് വീഡിയോ ഇതിൽ ലിങ്ക് ആയിട്ടുണ്ട്. ഇവിടെ ഒരു ചാർട്ടും വന്നിട്ടുണ്ട്. ചാർട്ടിലെ ഫീച്ചേഴ്സ്, അതേപോലെ സ്പെസിഫിക്കേഷൻ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതിന് താഴെയായിട്ട് വീണ്ടും ഒരു ഇമേജ് ആഡ് ആയിട്ടുണ്ട്. അതിന് താഴെ വീണ്ടും ഓരോരോ മോഡലുകളുടെ ഡീറ്റെയിൽ വളരെ കൃത്യമായിട്ട് തന്നെ അതിന്റെ പ്രൈസ് സഹിതമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങളുടെ കാണാനായിട്ട് സാധിക്കും. സാംസങ് ഗാലക്സി S24, അതേപോലെ തന്നെ Z Fold, അതേപോലെ 24+, ഇതെല്ലാം സാംസങ്ങിന്റെ ഫ്ലാഗ്ഷിപ്പിലുള്ള ടോപ്പ് ആയിട്ടുള്ള 5 ഫോണുകളാണ് നമ്മൾ കീവേഡ് കൊടുത്തത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും അതിനനുസരിച്ച് തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇവിടെ ഓരോന്നായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങളുടെ കാണാൻ സാധിക്കും. ഞാനിവിടെ 4 ഇമേജസ് ആണ് കൊടുത്തത്. ആ 4 ഇമേജസും വന്നിട്ടുണ്ട്. ചാർട്ട് കൊടുത്തു. ചാർട്ടും കാര്യങ്ങളും എല്ലാം കറക്റ്റ് ആയിട്ട് അതിന്റെ പ്രൈസിങ് സഹിതം ചാർട്ട് സഹിതം നിങ്ങളുടെ കാണാനായിട്ട് സാധിക്കും. ഓരോന്നിന്റെയും വന്നിട്ടുണ്ട്. ഓരോ മോഡലിന്റെയും കീ ഫീച്ചേഴ്സ് ഇവിടെ ചാർട്ടായിട്ട് വന്നിട്ടുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ ഇത്രയും പരിപാടി സ്വന്തമായിട്ടിരുന്ന് എഴുതി ചെയ്യണമെന്നുണ്ടെങ്കിൽ മണിക്കൂറുകൾ എടുക്കുന്ന പരിപാടിയാണ്. മണിക്കൂറുകൾ, അതാണ് നമ്മൾ വെറും 1 മിനിറ്റ് അല്ലെ 2 മിനിറ്റ് പോലും എടുത്തില്ല ഈ ഒരു പ്രോസസ്സിംഗ് ചെയ്യാനായിട്ട്. അതിനുള്ളിൽ നമുക്ക് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് പ്രൊഫഷണൽ രീതിയിൽ തന്നെ ഒരു ആർട്ടിക്കിൾ ഇവിടെ ക്രിയേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഏറ്റവും താഴെയായിട്ട് കൺക്ലൂഷൻ വന്നിട്ടുണ്ട്. നിങ്ങളുടെ കാണാനായിട്ട് സാധിക്കും. ഇതിന്റെ കൺക്ലൂഷൻ ആണ്. FAQ വന്നിട്ടുണ്ട്. കുറെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ ഇവിടെ ക്ലിയർ ആയിട്ട്, അതായത് കോമൺ ആയിട്ട് ഈ ഒരു ടോപ്പിക്കിൽ വരുന്ന ഈ കീവേഡിൽ വരുന്ന ഡൗട്ട്സ് എല്ലാം തന്നെ ഇവിടെ കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ താഴേക്ക് വരുമ്പോൾ സോഴ്സ് ലിങ്ക്സ്, അതായത് ഏതൊക്കെ സോഴ്സിൽ നിന്നാണ് ഈ ഒരു ആർട്ടിക്കിളിന് വേണ്ട കാര്യങ്ങളൊക്കെ എടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യം അതിന്റെ സോഴ്സ് ലിങ്ക് ഇവിടെ പ്രോപ്പർ ആയിട്ട് നൽകിയിട്ടുണ്ട്. ഇനി ഈ ഒരു സോഴ്സ് ലിങ്ക് വേണ്ട എന്നുണ്ടെങ്കിൽ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് സോഴ്സ് ലിങ്ക് ഡിസേബിൾ ചെയ്യാനും സാധിക്കും. ഇവിടെ നിങ്ങൾ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു. ഈ ആർട്ടിക്കിളിൽ ഓരോ പാരഗ്രാഫിലും ചില നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറിലേക്ക് നമ്മൾ കർസർ കൊണ്ടുവരുമ്പോൾ ഓരോ ലിങ്കുകളാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഫോൺ അറീന, അതേപോലെ വയർഡ്, അങ്ങനെയുള്ള പല ലിങ്കുകളാണ്. ഇത് എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ സൈറ്റേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷനെ കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞില്ലല്ലോ. ആ ഒരു ഓപ്ഷൻ ഇവിടെ എനേബിൾ ആയിട്ട് കിടക്കുകയാണ്. അത് എനേബിൾ ആയി കിടക്കുമ്പോൾ ഇതേപോലെ ലിങ്കുകൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അതായത് ഈ ഒരു ബ്ലോഗ് പോസ്റ്റിലുള്ള ഈ ഒരു ഇൻഫർമേഷനുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ ഒരാൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അവർക്ക് ആ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആക്കിയിട്ട് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനുമായിട്ട് സാധിക്കും. അപ്പൊ അതാണ് ഈ സൈറ്റേഷൻ എന്ന് പറയുന്ന ഓപ്ഷന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചർ ആണിത്. അപ്പൊ നിങ്ങളുടെ ബ്ലോഗ് പോസ്റ്റിൽ ഈ ഒരു ഫീച്ചർ വേണം എന്നുണ്ടെങ്കിൽ ഇത് എനേബിൾ ചെയ്തിടുക. വേണ്ട എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഇവിടെ ഒന്ന് ഡിസേബിൾ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ SEOwriting.ai എന്ന് പറയുന്ന ഈ ഒരു ടൂൾ നമുക്ക് പ്രൊഫഷണൽ രീതിയിലുള്ള ഒരു ബ്ലോഗ് പോസ്റ്റ് ഇവിടെ എഴുതി തന്നിരിക്കുകയാണ്. പല പല ഹെഡിങ്ങുകളും പല പാരഗ്രാഫുകളും അതേപോലെ തന്നെ ഫോട്ടോസും യൂട്യൂബ് ലിങ്കുകളും ഒക്കെ
ഉൾപ്പെടുത്തിക്കൊണ്ട് ചാർട്ടുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രൊഫഷണൽ രീതിയിലുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ബ്ലോഗ് പോസ്റ്റ് ആണ് ഇവിടെ ക്രിയേറ്റ് ആയിരിക്കുന്നത്. ഇതുപോലൊരു പ്രൊഫഷണൽ ബ്ലോഗ് പോസ്റ്റ് നമ്മൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ മണിക്കൂറുകൾ എടുത്തെന്ന് പറഞ്ഞാലും ഇത് എഴുതി തരത്തില്ല. അതേപോലെ മറ്റൊരാളെ കൊണ്ട് എഴുതിപ്പിക്കുകയാണെന്നുണ്ടെങ്കിലും ഇഷ്ടംപോലെ പൈസയും പോവും, സമയവും നഷ്ടപ്പെടും. ആ ഒരു സാധനത്താണ് നമ്മൾ വളരെ ഈസി ആയിട്ട് ഒരു സിമ്പിൾ ക്ലിക്കിൽ നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള പ്രൊഫഷണൽ ബ്ലോഗ് പോസ്റ്റുകൾ നമ്മൾ എയുടെ സഹായത്തോടെ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഒരു പോസ്റ്റ് എങ്ങനെയാണ് നമ്മുടെ സൈറ്റിൽ പബ്ലിഷ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരെ വേർഡ്പ്രസ്സിലേക്ക് വരിക. അവിടെ SEO റൈറ്റിംഗിന്റെ ഒരു പ്ലഗിൻ ഉണ്ട്, അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത് സെറ്റിംഗ്സ് ഓപ്പൺ ആക്കി നമ്മുടെ ബ്ലോഗ് SEO റൈറ്റിംഗ് ടൂളുമായിട്ട് കണക്ട് ചെയ്യണം. അതിനുശേഷം നമ്മൾ ബ്ലോഗ് പോസ്റ്റ് ക്രിയേറ്റ് ചെയ്ത SEOwriting.in എന്ന് പറയുന്ന ഈ ഒരു സൈറ്റിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം ഇവിടെ പബ്ലിഷ് എന്നുള്ള ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യണം. ഇവിടെ നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ള വെബ്സൈറ്റ് കാണാൻ സാധിക്കും. ഇവിടെ കുറേ അധികം ഡീറ്റെയിൽസ് കൂടെ എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ട് ചോദിക്കുന്നുണ്ട്. അതെല്ലാം എൻ്റർ ചെയ്തിട്ട് ഡയറക്റ്റ് നമുക്ക് ഇവിടെ ഒന്ന് പബ്ലിഷ് ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെ പബ്ലിഷ് ചെയ്ത് ഒരു 2-3 ഡേയ്സിനുള്ളിൽ നമ്മുടെ ബ്ലോഗ് പോസ്റ്റ് ഗൂഗിൾ സെർച്ചിലേക്കൊക്കെ വരാനായിട്ട് തുടങ്ങും. കാരണം ഏറ്റവും പ്രൊഫഷണൽ രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ ബ്ലോഗ് പോസ്റ്റ് എഴുതിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കവർ ചെയ്തിട്ടുണ്ട്. ഒരു രീതിയിലുള്ള മിസ്റ്റേക്കും ഇല്ലാതെയാണ് ഈ ഒരു ബ്ലോഗ് പോസ്റ്റ് ഇവിടെ തയ്യാറായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിലുള്ള ഒരു ഒപ്റ്റിമൈസേഷൻ ഈ ഒരു ബ്ലോഗ് പോസ്റ്റിലുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് ഗൂഗിൾ സെർച്ചിലേക്ക് ഇങ്ങനെയുള്ള പോസ്റ്റുകൾ കയറി വരികയും നമ്മുടെ വെബ്സൈറ്റിലേക്ക് നല്ല രീതിയിലുള്ള ട്രാഫിക് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇതിൻ്റെ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള രീതിയിൽ, അതായത് നമ്മൾ ഒരു മാനുവലി നമ്മളിരുന്ന് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ രീതിയിൽ നമുക്ക് പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അത്ര പ്രൊഫഷണലുമാണ്, അതേപോലെ തന്നെ ഈസിയാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട്. 1 by 1 ആയിട്ട് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ടാണ് ഓരോ കാര്യങ്ങളും ഇവിടെ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആർട്ടിക്കിൾ ഒരാൾ ഓപ്പൺ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ എന്ത് കാര്യത്തിന് വേണ്ടിയാണോ ഈ ആർട്ടിക്കിളിൽ വന്നത് ആ കാര്യം വളരെ ക്ലിയർ ആയിട്ട് തന്നെ അവർക്ക് ഇവിടുന്ന് കിട്ടുകയും ചെയ്യും. ഇത് മാത്രമല്ല SEOwriting.in മറ്റൊരു കിടിലൻ ഫീച്ചർ ഉണ്ട്, അതുകൂടെ കാണിച്ചു തരാം. ഡാഷ്ബോർഡിലേക്ക് പോവുകയാണ്. ഇവിടെ ബൾക്ക് ആർട്ടിക്കിൾ ജനറേഷൻ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് ഒരേ സമയം എത്ര ആർട്ടിക്കിൾ വേണമെന്നുണ്ടെങ്കിലും ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിവിടെ ഒരു 3-4 കീവേഡ്സ് കൊടുക്കുകയാണ്. ഞാനിവിടെ 5 മെയിൻ കീവേഡ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ജനറേറ്റ് ടൈറ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ കുറേ ടൈറ്റിൽ ക്രിയേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ജനറേറ്റ് കീവേഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കീവേഡ്സ് നമുക്കിവിടെ ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിവിടെ എനിക്ക് വേണ്ട 4 ടൈറ്റിൽസ് എടുത്തു. അതിനുശേഷം മുമ്പ് നമ്മൾ ചെയ്ത രീതിയിൽ തന്നെ ബാക്കി സെറ്റിംഗ്സുകളെല്ലാം ചെയ്യുക. ഈ ഒരു ബ്ലോഗ് പോസ്റ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് അതെല്ലാം ഇവിടെ ഒന്ന് സെറ്റ് ചെയ്യുക. ഇവിടെ ഒരു കൺഫർമേഷൻ മെസ്സേജ് വന്നിട്ടുണ്ട്. 4 ഡോക്യുമെന്റ് വിൽ ബി ജനറേറ്റഡ് എന്ന് വന്നിട്ടുണ്ട്. ഞാൻ കണ്ടിന്യൂവിൽ ക്ലിക്ക് ചെയ്യാണ്. നിങ്ങളുടെ കാണാനായിട്ട് സാധിക്കും 4 ബ്ലോഗ് പോസ്റ്റും പ്രൊഫഷണൽ രീതിയിൽ തന്നെ സെക്കൻഡുകൾ കൊണ്ട് ഇവിടെ ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി നമ്മൾ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തു, ബാക്കി 4 എണ്ണമാണ് ഇവിടെ റൺ ആയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ 4 എണ്ണം ഇട്ടുള്ളൂ. 4, 5, 10 എത്ര ബ്ലോഗ് പോസ്റ്റ് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ബൾക്കായിട്ട് തന്നെ ഇവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മണിക്കൂറുകൾ കൊണ്ട് ചെയ്യേണ്ട പരിപാടി മിനിറ്റുകൾ കൊണ്ട് ചെയ്തു തരുന്ന ഈ ഒരു ടൂൾ, ഇത് ടോട്ടലി ഫ്രീ ആയിട്ടുള്ള ഒരു ടൂൾ അല്ല. ഇതിന്റെ പ്രൈസിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. 5 ആർട്ടിക്കിൾ അപ് ടു 5 ആർട്ടിക്കിൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇവിടെ ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിന്റെ മറ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ സ്റ്റാർട്ടർ പാക്ക് പെർ മന്ത് $19 ആണ്. പ്രൊഫഷണൽ പാക്ക് $79 ആണ്. നിങ്ങളുടെ പ്രൊഫഷണൽ ആയിട്ട് ഈ ഒരു പരിപാടി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസം നിങ്ങൾ എത്ര ആർട്ടിക്കിൾ വരെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അതിനനുസരിച്ചുള്ള പ്ലാൻ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. 50 ആർട്ടിക്കിൾ വരെയാണ് ഈ $19 പ്ലാനിൽ. അതല്ല 250 ആർട്ടിക്കിൾ വരെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള പ്ലാനാണ് ഈ പ്രൊഫഷണൽ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടൂൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും, എന്തൊക്കെ നിങ്ങൾക്ക് ഈ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ തന്നെ ആലോചിച്ച് കണ്ടുപിടിക്കുക. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഈ വെബ്സൈറ്റിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇതിൽ സൈൻ അപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. എന്നിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമന്റുകളായിട്ട് അറിയിക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമന്റുകളായിട്ട് അറിയിക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോ കണ്ടതെന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തിയാണ്. നമുക്ക് ഈ അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.